നമസ്കാരമുണ്ട്. ഇതാണ് നമ്മളെ കോട്ടയത്തുള്ള 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഇന്നിപ്പോൾ ലോഡ് കൊണ്ട് വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കണം. ഫുൾ ടയേർഡാണ്. നാളെ മറ്റന്നാളായിട്ട് വർക്ക് തുടങ്ങണം. ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് തറ ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളെ കാലുകളെല്ലാം വെച്ച് ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആഞ്ഞിലീൻ്റെ മരം ഈ സൈറ്റിലുണ്ടായിരുന്നതാണ്. അടിപൊളി ചെത്തി നല്ല നീക്കി. അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. ഗുഡ് മോർണിംഗ്. അങ്ങനെ കോട്ടയത്തെ മാത്യു സാറിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി തീരണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര മഴയും കറണ്ട് ഇല്ലായ്മയായിരുന്നു. കുറച്ച് ഭാഗം ബാക്കിയായി. ഏരിയ കുറേ ഉണ്ടാവുകൊണ്ടേ നമ്മൾ 1.5 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് 3 ഉണ്ടാവും, 2.5 ഉണ്ടാവും. കാരണം ഒരേ ലെവലിൽ എന്തായാലും കിട്ടില്ലല്ലോ. നമുക്കത് ഫുള്ളായിട്ട് ഒരേ വാട്ടർ ലെവലിൽ കിട്ടും വേണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് ആ 14 അടി 15 അടിയിലൊക്കെയാണ് വിൻഡോ വരുന്നത്, അടി മുതൽ. അപ്പോൾ അത് ഒരേ വാട്ടർ ലെവലിലായിരിക്കണം ഫ്ലോർ. ഗുഡ് മോർണിംഗ്. കോട്ടയത്തെ വീടിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഭിത്തി സ്റ്റാർട്ട് ചെയ്യും. കുറേ ഏരിയ ഉണ്ടാവുകൊണ്ടേ 3000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ലേശം ടൈമായി. പിന്നെ ഈ വലിയ വിൻഡോ ആയ കാരണം 14 അടിയൊക്കെയാണ് വിൻഡോൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വാട്ടർ ലെവലിൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹൈറ്റിൽ വ്യത്യാസം വരും. ഒക്കെ ഒരേ വാട്ടർ ലെവലിലാണ് ഫ്ലോർ കോൺക്രീറ്റ് നമ്മൾ ചെയ്യണത്. ഇവിടെ രാവിലെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി കോന്നിയത്തെ പൈപ്പെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കിനെ രാത്രിയായി. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഹാൾട്ടായതാണ്. മഴയാണ് വില്ലൻ. മഴ പണിയെടുക്കാൻ സമ്മതിക്കും തോന്നണില്ല. മഴക്കാലം കഴിഞ്ഞു വിചാരിച്ചതാണ്, പക്ഷെ മഴ പോയിട്ടില്ല. നമസ്കാരം. കോട്ടയത്തെ വീടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങി. നമ്മളിപ്പോൾ ഇത് ഫുൾ വിൻഡാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 14.5 അടീൻ്റെ വിൻഡാണ് വരുന്നത്. അടിയിൽ നിന്നൊരു 7 ഇഞ്ച് മാത്രം ഒരു ബീഡിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് 7 അടീൻ്റെ വിൻഡോ വരും. അപ്പോൾ നമ്മൾ സൈഡിൽ ഫുള്ള് ലോഡ് വിൻഡോമേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സൈഡിൽ ഇതേപോലെ റിങ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്ട്രെയിറ്റ് കമ്പി കൊടുത്തിരിക്കുന്ന 10 mm ആണ്. ഈ റിങ് ഇതേപോലെ മുകളിൽ വരെ പോകും. പിന്നെ ജനലിൻ്റെ മുകളിൽ ലിൻഡലും ഉണ്ടായിരിക്കും. വീടിൻ്റെ ജനലുകളാണ് ആയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറംചുമര് മൊത്തം ജനലായിട്ടാണ് വരുന്നത്, ഫുൾ റൗണ്ട്. കിച്ചൻ്റെ അവിടെ മാത്രമേ ഉള്ളൊരു കിച്ചൺ വിൻഡോ വരുന്നത്, ബാക്കിയൊക്കെ വലുതാണ്.
അപ്പോൾ നമ്മൾ ആ 7 ഇഞ്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് എല്ലാം ഫില്ല് ചെയ്തു. നമുക്കിതിൻ്റെ മുകളിൽ ആ വിൻഡോ സെറ്റ് ചെയ്യാം. വിൻഡോ സെറ്റിംഗ് ഒരു ചടങ്ങാണ്, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻഡോ ഉണ്ട്. രണ്ട് കോർണറിലും ഇതേപോലെ റിങ് അടിച്ചിട്ട് ബീമായിട്ട് തന്നെ കയറിപ്പോകും. പിന്നെ ഈ ബീം വരുമ്പോൾ അതേ കോൺക്രീറ്റ് തന്നെ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കും പോകും. ഇതാണ് നമ്മൾ ആ ജനൽ വരുന്നത്. അതിൽ നടുക്ക് മാത്രമേ തുറക്കണത്, ബാക്കി രണ്ട് സൈഡും ഫിക്സ്ഡ് ഗ്ലാസ്സാണ് വരിക, ടഫ് ആൻഡ് ഗ്ലാസ്. സ്ഥലപ്പേരൊക്കെ ഇടുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് എടുക്കാനുള്ള സാധനമൊക്കെ മേടിച്ച് വെച്ചു, അപ്പോൾ അത് ഉപയോഗിക്കില്ല എന്ന് മാത്രം. ഈ വീട്ടിൽ ചുമരെന്ന് പറയാനായിട്ട് ഇതേപോലെ 3 ബാത്റൂമും ഒരു കിച്ചൻ്റെ ഒരു വരുന്നുണ്ട്. അത് മാത്രമേ ചുമരായിട്ടുള്ളൂ. നമ്മളെ ഈ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ നമ്മുടെ അടുത്ത് ഹെലിക്കാമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉയരത്ത് കയറി അഡ്ജസ്റ്റ് ചെയ്തെന്ന് മാത്രം.